അഭിജിത്ത് ദീപ്കയും കോക്രോച്ച് ജനതാ പാർട്ടിയും ഒക്കെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ BJPയും കോക്രോച്ച് ജനതാ പാർട്ടിയും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ CJPക്കെതിരെ ഒരു ഞെട്ടിക്കുന്ന ആരോപണവുമായി ഒരു ഇൻഫ്ലുവൻസർ രംഗത്തെത്തിയിരിക്കുകയാണ്. CJPക്കെതിരെയും അഭിജിത്ത് ദീപ്കയ്ക്കെതിരെയുമാണ് ഗുരുതര ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫൈസാൻ അൻസാരി എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വെച്ച് അഭിജിത്ത് ദീപ്കയുടെ ആളുകൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചതായി കാണിച്ച് ഡൽഹി DCPക്ക് ഫൈസാൻ അൻസാരി രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലും ഔറംഗാബാദിലും വെച്ചാണ് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നും സംഭവത്തിൽ 2 കേസുകൾ നിലവിലുണ്ട് എന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. ആക്രമണത്തിന് പിന്നിൽ അഭിജിത്ത് ദീപ്കയാണ് എന്നതിന് വ്യക്തമായ തെളിവുണ്ട് എന്ന് വ്യക്തമാക്കിയ അൻസാരി ഇയാളെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം നേട്ടങ്ങൾക്കായാണ് ദീപ്ക പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സമീപകാലത്ത് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുകിനെ കരുതൽ തടങ്കലിലാക്കിയ ഡൽഹി സർക്കാരിന്റെയും പോലീസിന്റെയും നടപടിയെയും അൻസാരി പ്രശംസിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് നടത്തിയ ഈ ഇടപെടലാണ് തലസ്ഥാനത്തെ ക്രമസമാധാന നില വഷളാകാതെ സംരക്ഷിച്ചത് എന്നാണ് അയാൾ പറയുന്നത്. അതേസമയം CJP ഈ നീറ്റ് ചോദ്യപേപ്പർ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമരം നിർത്തി. പക്ഷേ അടുത്ത പടിയായി ചില നീക്കങ്ങൾ നടത്താനുള്ള തീരുമാനങ്ങൾ അവർ എടുത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ 2 കേസുകൾ നിലവിലുണ്ട് എന്നും ഡൽഹി പോലീസ് അഭിജിത്ത് ദീപ്കയെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നും ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ പരാതിയുമായി രംഗത്തെത്തുന്നത്. എന്തായാലും ഇത് അഭിജിത്ത് ദീപ്കയ്ക്ക് കുരുക്കാകുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. കാരണം മോദി സർക്കാർ എങ്ങനെയെങ്കിലും CJPയെ ഒതുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. വലിയ ക്ഷീണമാണ് BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ അഭിജിത്ത് ദീപ്കയും കോക്രോച്ച് ജനതാ പാർട്ടിയും ഒക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും കോക്രോച്ച് ജനതാ പാർട്ടിയെ ഒതുക്കണം എന്ന് BJPയിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവർക്ക് കിട്ടിയ ഒരു വടിയായി ഇതിനെ കരുതുമോ ഡൽഹി പോലീസ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഭിജിത്ത് ദീപ്കയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്കകളും ഇപ്പോൾ നിലനിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് CJP യോഗം ചേർന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. അഭിജിത്ത് ദീപ്കയുടെ വസതിയിൽ തന്നെ അത്തരമൊരു യോഗം നടന്നു എന്നും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇനിയും നടക്കുമെന്നുമുള്ള സൂചനകൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ഒരു ഇൻഫ്ലുവൻസർ രംഗത്ത് വരുന്നത്.